ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങളിൽ മൂന്നാമത്തെ നക്ഷത്രമാണ് കാർത്തിക. സൂര്യൻ അധിപനായി വരുന്ന ഈ നക്ഷത്രത്തിന് അഗ്നിയാണ് ദേവത. ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ പ്രധാന സ്വഭാവസവിശേഷതകളും ഗുണങ്ങളും താഴെ പറയുന്നവയാണ്. സൂര്യന്റെ സ്വാധീനമുള്ളതിനാൽ ഇവർക്ക് മുഖശ്രീയും ആകർഷകമായ വ്യക്തിത്വവും ഉണ്ടായിരിക്കും. കണ്ടാൽ ഉടനെ തിരിച്ചറിയാൻ കഴിയുന്ന ഒരു പ്രത്യേക തേജസ് ഇവരിൽ പ്രകടമാണ്. നീരും നെറിയും മുറുകെ പിടിക്കുന്നവരാണിവർ. അപ്രിയ സത്യങ്ങൾ പോലും മുഖത്തു നോക്കി പറയാൻ ഇവർ മടിക്കില്ല. അതിനാൽ തന്നെ ചിലർക്ക് ഇവരോട് പിണക്കം തോന്നാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് ദേഷ്യം വരുന്ന പ്രകൃതക്കാരാണെങ്കിലും ആ ദേഷ്യം അധികനേരം നീണ്ടു നിൽക്കില്ല. മനസ്സ് വളരെ ശുദ്ധമായിരിക്കും. ഏൽപ്പിക്കുന്ന ജോലികൾ ഉത്തരവാദിത്വത്തോടും വേഗത്തിലും പൂർത്തിയാക്കാൻ ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. സ്വന്തം കാലിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരും കഠിനാധ്വാനികളുമാണിവർ. പുറമേ പരുക്കൻ സ്വഭാവം തോന്നിക്കുമെങ്കിലും ഉള്ളിൽ വളരെ സ്നേഹമുള്ളവരാണ്. കുടുംബത്തിനു വേണ്ടി എന്തും സഹിക്കാൻ ഇവർ തയ്യാറാകും. നല്ല ഭക്ഷണത്തോട് ഇവർക്ക് പ്രത്യേക താൽപ്പര്യമുണ്ടായിരിക്കും. അതുപോലെ തന്നെ വൃത്തിയുടെ കാര്യത്തിലും ഇവർ വിട്ടുവീഴ്ച ചെയ്യാറില്ല. കാർത്തിക നക്ഷത്രക്കാർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അനുകൂല നക്ഷത്രങ്ങൾ: രോഹിണി, മകയിരം, പുണർദം, അത്തം. പ്രതികൂല നക്ഷത്രങ്ങൾ: ഭരണി, പൂരം, പൂരാടം. ഈ നക്ഷത്രക്കാർ വരുന്ന ദിവസങ്ങളിൽ പ്രധാന കാര്യങ്ങൾ ഒഴിവാക്കുന്നത് നന്നായിരിക്കും. ദോഷപരിഹാരങ്ങൾ: സൂര്യപ്രീതിക്കായി ഞായറാഴ്ചകളിൽ വ്രതമനുഷ്ഠിക്കുന്നതും ആദിത്യഹൃദയം ജപിക്കുന്നതും ഉത്തമമാണ്. സുബ്രഹ്മണ്യസ്വാമിയെ ഭജിക്കുന്നത് തടസ്സങ്ങൾ നീങ്ങാൻ സഹായിക്കും. കാർത്തിക നക്ഷത്രത്തിന്റെ ആദ്യത്തെ ഒരു പാദം മേടരാശിയിലും ബാക്കി 3 പാദങ്ങൾ ഇടവരാശിയിലുമാണ് വരുന്നത്. അതിനാൽ മേടരാശിയുടെയും ഇടവരാശിയുടെയും സ്വഭാവഗുണങ്ങൾ ഈ നക്ഷത്രക്കാരിൽ മിശ്രിതമായി കാണപ്പെടാറുണ്ട്. കാർത്തിക നക്ഷത്രം 2 രാശികളിലായി വ്യാപിച്ചു കിടക്കുന്നു. ഇതിവരുടെ സ്വഭാവത്തിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നു. മേടം രാശി 1-ാം പാദം. ഇവർ കൂടുതൽ ഊർജ്ജസ്വലരും പോരാട്ടവീര്യമുള്ളവരുമായിരിക്കും. നേതൃത്വ പാടവം ഇവരിലുണ്ടാകും. ഇടവം രാശി 2, 3, 4 പാദങ്ങൾ. ഇവർ കുറച്ചുകൂടി ശാന്ത സ്വഭാവക്കാരും കലാപരമായ താൽപ്പര്യങ്ങളുള്ളവരുമായിരിക്കും. ആഡംബരത്തോടും സുഖസൗകര്യങ്ങളോടും ഇവർക്ക് താൽപ്പര്യം കൂടും. സ്വന്തം കഴിവിൽ വിശ്വസിക്കുന്നവരായതിനാൽ ഇവർക്ക് ഏതു മേഖലയിലും ശോഭിക്കാൻ കഴിയും. എങ്കിലും താഴെ പറയുന്ന മേഖലകൾ കൂടുതൽ അനുയോജ്യമാണ്. ഭരണം, അധികാരം, സർക്കാർ ജോലി, പോലീസ്, മിലിട്ടറി. സാങ്കേതിക മേഖല: എഞ്ചിനീയറിംഗ്, വൈദ്യശാസ്ത്രം, പ്രത്യേകിച്ച് ശസ്ത്രക്രിയാ വിഭാഗം. കലയും ബിസിനസ്സും: ഹോട്ടൽ മാനേജ്മെന്റ്, വസ്ത്രവ്യാപാരം, അഭിനയം, സംഗീതം. അധ്യാപനം: വ്യക്തമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ് ഇവരെ നല്ല അധ്യാപകരാക്കും. 3. ആരോഗ്യപരമായ കാര്യങ്ങൾ. സാധാരണയായി ആരോഗ്യവാന്മാരാണെങ്കിലും കാർത്തിക നക്ഷത്രക്കാർ താഴെ പറയുന്ന കാര്യങ്ങളിൽ ശ്രദ്ധ നൽകുന്നത് നന്നായിരിക്കും. ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ. ഭക്ഷണപ്രിയരായതിനാൽ കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കാനും ദഹനപ്രശ്നങ്ങൾ വരാതെ നോക്കാനും ശ്രദ്ധിക്കണം. ചൂട് സംബന്ധമായ അസുഖങ്ങൾ. ശരീരത്തിൽ പിത്തം കൂടാൻ സാധ്യതയുള്ളതിനാൽ ചൂടുകാലത്ത് പ്രത്യേകം കരുതൽ വേണം. കണ്ണ്, തലവേദന എന്നിവയുമായി ബന്ധപ്പെട്ട അസ്വസ്ഥതകൾ ഇടയ്ക്കിടെ കണ്ടെന്നുവരാം. 4. മംഗല്യഭാഗ്യവും കുടുംബവും. കാർത്തിക നക്ഷത്രക്കാർക്ക് വൈകിയുള്ള വിവാഹത്തിന് സാധ്യതയുണ്ടെന്ന് ജ്യോതിഷം പറയുന്നു. എങ്കിലും പങ്കാളിയോടും മക്കളോടും അതീവ സ്നേഹവും പ്രതിബദ്ധതയും പുലർത്തുന്നവരാണിവർ. സ്വന്തം കുടുംബത്തിന്റെ അന്തസ്സ് നിലനിർത്താൻ ഇവർ എപ്പോഴും പരിശ്രമിക്കും. മുഖത്തു നോക്കിയുള്ള സംസാരം. ഇവർക്ക് കപടമായി പെരുമാറാൻ അറിയില്ല. ഉള്ളിലുള്ളത് അതേപടി പറയുന്നതുകൊണ്ട് പലപ്പോഴും ഇവർ തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. എന്നാൽ അടുത്തറിയുന്നവർക്ക് ഇവരുടെ മനസ്സ് എത്രമാത്രം ശുദ്ധമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സൗഹൃദങ്ങൾ. ഇവർക്ക് സുഹൃത്തുക്കൾ കുറവായിരിക്കാം. എന്നാൽ ഉള്ള സുഹൃത്തുക്കളോട് അങ്ങേയറ്റം വിശ്വസ്തത പുലർത്തും. മറ്റുള്ളവരുടെ തടസ്സങ്ങൾ നീക്കാൻ ഇവർ മുൻകൈയെടുക്കും. വിമർശനം. മറ്റുള്ളവരെ വിമർശിക്കാൻ മടിയില്ലാത്ത ഇവർ തങ്ങളെ ആരെങ്കിലും വിമർശിച്ചാൽ അത് അത്ര പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പ്രയാസപ്പെടും. 2. വിദ്യാഭ്യാസവും ബുദ്ധിശക്തിയും. യുക്തിചിന്ത. ഏതു കാര്യത്തെയും യുക്തിപൂർവം ചിന്തിക്കാനും വിശകലനം ചെയ്യാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട്. തുടർച്ചയായ പഠനം. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ജിജ്ഞാസ ഇവർക്കുണ്ടാകും. ശാസ്ത്രം, തത്വചിന്ത അല്ലെങ്കിൽ മതം തുടങ്ങിയ വിഷയങ്ങളിൽ ഇവർക്ക് താൽപ്പര്യം കൂടാൻ സാധ്യതയുണ്ട്. 3. സമ്പത്തും ഐശ്വര്യവും. സ്വയം നിർമ്മിത ഭാഗ്യം. പാരമ്പര്യമായി ലഭിക്കുന്നതിനേക്കാൾ സ്വന്തം അധ്വാനത്തിലൂടെ സമ്പത്തുണ്ടാക്കാൻ ഇവർക്ക് ഭാഗ്യമുണ്ടാകും.